സ്പാകളിൽ കോർപ്പറേഷന്റെ പരിശോധന. ലൈസൻസ് ഇല്ലാത്തതിന് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സ്പാ പൂട്ടി. അനധികൃത സ്പാകൾക്കെതിരെ കർശന നടപടിയെന്ന് മേയർ വി രാജേഷ്. ക്രോസ് മസാജിംഗ് പാടില്ലെന്ന് വാദം. സ്പാകളുടെ മറവിൽ അനാശാസ്യ പ്രവർത്തനം പറ്റില്ലെന്നും വി രാജേഷ്. തിരുവല്ല കൂട്ടബലാത്സംഗ കേസ് പ്രതികളെ ഇതുവരെ കണ്ടെത്താനാകാതെ പോലീസ്. പ്രതികൾ സംസ്ഥാനം വിട്ടതായി സൂചന. അതിക്രമ സമയത്ത് സ്പായിലുണ്ടായിരുന്ന ജീവനക്കാരിയിലേക്കും അന്വേഷണം. ജീവനക്കാരിയുടെ ആൺ സുഹൃത്തിനെ ചോദ്യം ചെയ്യും. പോലീസിനെതിരായ മാസപ്പടി ആരോപണം വിജിലൻസ് അന്വേഷിച്ചേക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശാസ്ത്രീയ പരിശോധനയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. നഷ്ടമായത് 989 ഗ്രാമിൽ കൂടുതൽ സ്വർണമെന്ന് VSSC പരിശോധനാ ഫലം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ കൂടുതൽ ചിത്രങ്ങൾ പുറത്ത്. സ്വർണ്ണക്കൊള്ളയിൽ അടൂർ പ്രകാശിന് പിന്നാലെ ആന്റണി MPയും ചോദ്യമുനയിലേക്ക്. ഉടൻ നോട്ടീസ് നൽകി വിളിപ്പിക്കാൻ SIT. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF കൺവീനർ ചോദ്യമുനയിലായതോടെ പ്രത്യാക്രമണവുമായി CPIM. അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യലോടെ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി കൂടിയെന്ന് MV ഗോവിന്ദൻ. KC വേണുഗോപാലിന്റെ ശ്രമം കേസ് വഴിതിരിച്ചു വിടാനെന്ന് മന്ത്രി V ശിവൻകുട്ടി. ആരോപണത്തിന്റെ പേരിൽ എങ്ങോട്ടും ഒളിച്ചോടി പോകില്ലെന്ന് അടൂർ പ്രകാശ്. സുന്നി ഐക്യത്തിന് ആഹ്വാനം ചെയ്ത് സമസ്ത ശതാബ്ദി സമ്മേളനത്തിൽ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമസ്ത വിട്ടുപോയ സംഘടനകളും വ്യക്തികളും തിരികെ എത്തണം. അതേസമയം VD സതീശന്റെ ജമാഅത്തെ ഇസ്ലാമി ന്യായീകരണത്തിൽ മുസ്ലിം ലീഗിൽ അതൃപ്തി. ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളിൽ ആശങ്കയറിയിച്ച് മാരാമൺ കൺവെൻഷന് തുടക്കം. ഈ ക്രിസ്മസ് ദിനങ്ങളിലും ആക്രമണം നേരിട്ടെന്ന് മാർത്തോമ സഭാധ്യക്ഷൻ. മണിപ്പൂരിലെ ആശങ്ക ഇപ്പോഴും തുടരുന്നു. ലഹരി വ്യാപനവും ഗുണ്ടാവിളയാട്ടവും ഓൺലൈൻ അഡിക്ഷനും വെല്ലുവിളികളെന്നും തിയോഡോഷ്യസ് മെത്രാപ്പൊലീത്ത. നടൻ മണിയൻപിള്ള രാജു പ്രതിയായ വാഹനാപകട കേസിലെ പോലീസിനെ വെള്ളപൂശി ഡെപ്യൂട്ടി കമ്മീഷണറുടെ റിപ്പോർട്ട്. മ്യൂസിയം പോലീസ് അന്വേഷണം നടത്തിയത് നടപടിക്രമങ്ങൾ പാലിച്ച്. അപകടത്തിന് പിന്നാലെ പോലീസ് നടനെ അന്വേഷിച്ച് വീട്ടിലെത്തി. ഫോണിലും ബന്ധപ്പെടാൻ ശ്രമിച്ചെന്നും വാദം. ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് കൈമാറി DCP. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ BJP നടത്തുന്നത് വൻ മുന്നേറ്റമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് വിഹിതം ഉയരും. മൂന്നാമതും പിണറായി സർക്കാർ വരും. സാമുദായിക ഐക്യത്തിൽ മാധ്യമ വിചാരണ വേണ്ടെന്നും വെള്ളാപ്പള്ളി. ഹൈക്കമാൻഡുമായുള്ള മഞ്ഞുരുക്കത്തിന് പിന്നാലെ വീണ്ടും വിവാദ പരാമർശവുമായി ശശി തരൂർ. 1959 EMS സർക്കാരിനെ പിരിച്ചുവിട്ട നെഹ്റു സർക്കാർ നടപടിയിൽ വിമർശനം. ചരിത്രത്തിലെ ദുഃഖകരവും അപൂർവവുമായ വീഴ്ച. ജനാധിപത്യ തത്വങ്ങൾക്ക് മുകളിൽ രാഷ്ട്രീയ കണക്കുകൂട്ടൽ അധീശത്വം നേടിയ നിമിഷമെന്നും മാതൃഭൂമി അഭിമുഖത്തിൽ തരൂർ. തൃശൂരിൽ BJPക്ക് ഭീഷണി ഉയർത്തി മുൻ ജില്ലാ പ്രസിഡന്റിന്റെ സ്ഥാനാർത്ഥിത്വം. സ്വതന്ത്രനായി മത്സരിക്കാൻ ശ്രീശൻ അടിയാട്ട്. തീരുമാനം RSS BJP അനുഭാവികളുടെ യോഗത്തിൽ. ശ്രീശനെ BJPയിൽ നിന്ന് പുറത്താക്കിയത് 2009. തൃശൂരിൽ പൊതുസ്വീകാര്യനെ കണ്ടെത്താൻ BJP ശ്രമം. CPIM വിട്ട് S രാജേന്ദ്രന് ഊഷ്മള സ്വീകരണം നൽകി BJP. ഹാരമണിയിച്ച് ആദരിച്ച് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ മൂന്നാർ മാറുമെന്നും പ്രഖ്യാപനം. ജനങ്ങൾ ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ CPIM ബ്ലോക്ക് ചെയ്തെന്ന് S രാജേന്ദ്രൻ. മൂന്നാറിലെ CPIM നേതാക്കളുടെ സ്വത്ത് ED പരിശോധിക്കണമെന്നും ആവശ്യം. ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിൽ വെച്ച് ചൂരമീൻ കൊടുത്തപ്പോൾ പിണറായി വിജയൻ കഴിക്കാതെ ഇറങ്ങിപ്പോയെന്ന C ദിവാകരന്റെ പരാമർശത്തിൽ വൻ ചർച്ച. പിണറായി സന്തോഷത്തോടെയാണ് പോയതെന്ന് ആനത്തലവട്ടം ആനന്ദന്റെ മകൻ. ഒരാളുടെ ഭക്ഷണ രീതിയെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി. കൗതുകത്തോടെ നടത്തിയ പ്രതികരണമെന്ന് C ദിവാകരൻ. സൂരജ് ലാമയുടെ മരണത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരായ ആരോപണം ആവർത്തിച്ച് കുടുംബം. ലാമയുടേത് കൊലപാതകമെന്ന് ഭാര്യ. മെഡിക്കൽ കോളേജിൽ നിന്ന് കൃത്യമായ പരിചരണം ലഭിച്ചില്ല. പോലീസ് പരാതി നൽകാനും തീരുമാനം. ലാമയുടെ സംസ്കാരം കൊച്ചിയിൽ പൂർത്തിയായി. സംസ്ഥാനത്ത് 3 ഇടങ്ങളിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം. തൃശൂർ മണ്ണുത്തിയിൽ AC റിപ്പയറിംഗ് സ്റ്റോർ കത്തിയമർന്നു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി ക്യാന്റീനിൽ തീപിടിച്ച അപകടം. ഇടുക്കി പാണ്ടിപ്പാറയിൽ ഓയിൽ മില്ല് കത്തി 25 ലക്ഷം രൂപയുടെ നാശനഷ്ടം. സ്പാനിഷ് ലീഗിൽ കുതിപ്പ് തുടരാൻ റയൽ മഡ്രിഡ് ഇന്നിറങ്ങും. വലൻസിയയാണ് റയലിന്റെ എതിരാളികൾ. രാത്രി 1:30 വലൻസിയ തട്ടകത്തിലാണ് മത്സരം. 2020 ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ വിറപ്പിച്ച് നേപ്പാൾ. 4 റൺസിന് കഷ്ടിച്ച് ജയിച്ച ഇംഗ്ലണ്ട്. അഫ്ഗാനിസ്ഥാനെതിരെ ന്യൂസിലൻഡിന് ജയം.
അണ്ടർ-19 ലോക കിരീടം നേടിയ ഇന്ത്യൻ ടീമിന് മുംബൈയിൽ ഉജ്ജ്വല സ്വീകരണം. ആരാധകരും കുടുംബാംഗങ്ങളും ചേർന്ന് വൻ സ്വീകരണമാണ് താരങ്ങൾക്ക് ഒരുക്കിയത്. ആയുഷ് മാത്രേ, വൈഭവ് സൂര്യവംശി തുടങ്ങിയ താരങ്ങൾ ഉൾപ്പെട്ട ടീം ഫൈനലിൽ 100 റൺസിന് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാണ് കിരീടം നേടിയത്. 2026 ആദ്യ ഗോൾ സ്വന്തമാക്കി സൂപ്പർ താരം ലയണൽ മെസ്സി. ഇക്വഡോർ ക്ലബ് ബാഴ്സലോണ SCക്കെതിരായ സൗഹൃദ മത്സരത്തിലാണ് താരം ഇന്റർ മയാമിക്കായി വല കുലുക്കിയത്. ആദ്യ 2 പ്രീ സീസൺ മത്സരങ്ങളിലും മെസ്സിക്ക് ഗോൾ കണ്ടെത്താനായിരുന്നില്ല. മത്സരം 2 ഗോളുകൾ നേടി സമനിലയിൽ അവസാനിച്ചു. ലോകകപ്പിലെ ക്ലാസിക് പോരാട്ടമായി ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം നടക്കാൻ സാധ്യത. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡുമായുള്ള ICC പ്രതിനിധികളുടെ കൂടിക്കാഴ്ച ഫലപ്രദമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഫെബ്രുവരി 15-ന് കൊളംബോയിലാണ് ഇന്ത്യ-പാക് മത്സരം നടക്കേണ്ടത്. സ്പാനിഷ് ലീഗിൽ കുതിപ്പ് തുടരാൻ റയൽ മഡ്രിഡ് ഇന്നിറങ്ങും. വലൻസിയയാണ് റയലിന്റെ എതിരാളികൾ. രാത്രി 1:30 വലൻസിയ തട്ടകത്തിലാണ് മത്സരം. വിജയവഴിയിൽ തിരിച്ചെത്താൻ ഇറങ്ങുന്ന അത്ലറ്റിക്കോ മഡ്രിഡിന് റയൽ ബെറ്റിസിനെ നേരിടും. രാത്രി 11-നാണ് മത്സരം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും ആഴ്സണലിനും തകർപ്പൻ ജയം. യുണൈറ്റഡ് ടോട്ടനത്തെയും ആഴ്സണൽ സണ്ടർലൻഡിനെയുമാണ് പരാജയപ്പെടുത്തിയത്. CK നായിഡു ട്രോഫിയിൽ കേരളത്തിന് വിജയപ്രതീക്ഷ. 2ാം ഇന്നിംഗ്സിൽ വരുൺ നായരുടെ സെഞ്ചുറി കരുത്തിൽ കേരളം 279 റൺസ് എടുത്തു. 364 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഗോവയ്ക്ക് 3 വിക്കറ്റുകൾ നഷ്ടമായി. പത്തനംതിട്ട പന്തളത്ത് പ്രവാസിയുടെ വീട്ടിൽ നിന്ന് 50 പവൻ സ്വർണം കവർന്ന കേസിലെ പ്രതികൾ പിടിയിൽ. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്നാണ് അന്തർ സംസ്ഥാന മോഷ്ടാക്കളായ ഇസാക്കി, രമേശ്, ഗണേഷ് എന്നിവർ പിടിയിലായത്. നെല്ലുൽപാദനം വർദ്ധിക്കുന്നത് ബാധ്യതയെന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം കർഷകരോടുള്ള വെല്ലുവിളിയെന്ന് മുഖ്യമന്ത്രി. കേന്ദ്രത്തിന് നാടിനോടാകെ ശത്രുതാ മനോഭാവം. കേന്ദ്രം ആവശ്യപ്പെട്ടത് നെൽ കർഷകർക്കുള്ള പ്രോത്സാഹന ബോണസ് നിർത്തണമെന്ന്. തുടർഭരണം ദുരധികാരമായി മാറുമെന്ന് സാഹിത്യ അക്കാദമി ചെയർമാൻ കവി സച്ചിദാനന്ദൻ. തുടർച്ചയായ ഭരണത്തിൽ വരുമ്പോൾ പാർട്ടി നശിക്കുമെന്നത് ബംഗാളിൽ നിന്നുള്ള പാഠം. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരെ ഭീതിയിലാക്കി മൂർഖൻ പാമ്പുകൾ. സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് 2 മൂർഖൻ പാമ്പുകളെ കണ്ടത്. കർണാടകയിലെ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ട ലോറി ഡ്രൈവർ അർജുന്റെ സഹോദരി അഭിരാമി വിവാഹിതയായി. ചാത്തമംഗലം സ്വദേശി ആദർശാണ് വരൻ. ബഡ് സ്കൂളുകളിലും ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളിലും നടപ്പാക്കുന്ന കുടുംബശ്രീയുടെ മാർഗരേഖ ജീവനക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നെന്ന് ഭിന്നശേഷിക്കാരുടെ രക്ഷിതാക്കൾ. പുതിയ മാർഗരേഖ പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം അപ്രസക്തമാവുകയാണ്. ദാറുൽ ഹദീസ് അൽ ഇസ്ലാമിയയുടെ പ്രഥമ സ്ഥാപനം മസ്ജിദ് ഇമാം ബുഖാരി മലപ്പുറം വേങ്ങര ഗാന്ധിക്കുന്നിൽ സമസ്ത പ്രസിഡന്റ് റയീസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ മഗ്രിബ് നിസ്കാരത്തിന് നേതൃത്വം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. മികച്ച അങ്കണവാടി ഹെൽപ്പർക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ പാലക്കാട് പട്ടാമ്പി പന്തക്കൽ പറമ്പ് അങ്കണവാടിയിലെ KP ഗീതയ്ക്ക് നാടിന്റെ ആദരം നൽകി. ലിറ്റിൽ കൈറ്റ്സ് മലപ്പുറം ജില്ലാ സഹവാസ ക്യാമ്പ് കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ക്യാമ്പിൽ ജില്ലയിലെ 223 സ്കൂളുകൾക്കുള്ള അഡ്വാൻസ്ഡ് റോബോട്ടിക് കിറ്റുകളുടെ വിതരണം കൈറ്റ് CEO K അൻവർ സാദത്ത് ഓൺലൈനായി നിർവഹിച്ചു. സൗത്ത് വയനാട് ഡിവിഷൻ ബീനാച്ചി എസ്റ്റേറ്റ് ഭാഗത്തു നിന്നും മുള്ളൻപന്നിയെ വേട്ടയാടിയ നായാട്ട് സംഘത്തെ പിടികൂടി. കണ്ണൂർ ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ തലശ്ശേരി താലൂക്ക് കമ്മിറ്റിയുടെ വനിതാ കൂട്ടായ്മ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. കൊല്ലം ചവറ വികാസ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് സദസ്സും ചരിത്ര ക്വിസും സംഘടിപ്പിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ റിപ്പബ്ലിക് മാസാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച റിപ്പബ്ലിക് സദസ്സിൽ ചവറ ഗവൺമെന്റ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഗോപകുമാർ G വിദ്യാർത്ഥികളും ഇന്ത്യൻ ഭരണഘടനയും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കണ്ണൂർ കാങ്കോൽ ശിവക്ഷേത്രത്തിൽ കവർച്ച. ക്ഷേത്രഗോപുരത്തിനോട് ചേർന്നുള്ള അരയാൽ തറയിൽ സ്ഥാപിച്ച സ്റ്റീൽ ഭണ്ഡാരം തകർത്ത ശേഷം എടുത്തുകൊണ്ടുപോയി. വണ്ടൂർ പഞ്ചായത്ത് ഓഫീസിലെത്തുന്ന ഭിന്നശേഷിക്കാർ നേരിടുന്ന യാത്രാക്ലേശത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഭിന്നശേഷി കൂട്ടായ്മയായ ഇൻഡാക് രംഗത്ത്.
നിപ്പ രോഗിയെ പരിചരിക്കുന്നതിലൂടെ ഉണ്ടായ അണുബാധയും നിപ്പയുടെ അത്യപൂർവമായ സങ്കീർണതയായ ഡിലൈഡ് എൻസെഫലിറ്റിസ് എന്ന അവസ്ഥയെയും അതിജീവിച്ച ടിറ്റോയെയും മാതാപിതാക്കളെയും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് കോഴിക്കോട് വീട്ടിലെത്തി സന്ദർശിച്ചു. കോഴിക്കോട് വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഫാറൂഖ് കോളേജിൽ സംഘടിപ്പിച്ച ജില്ലാതല മെഗാ ജോബ് ഫെയറിൽ 196 പേർക്ക് വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ലഭിച്ചു. കാലിക്കറ്റ് സർവകലാശാല NSSന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ NSS വോളണ്ടിയർമാർക്കായി ജീവന എന്ന പേരിൽ ദ്വിദിന നേതൃപരിശീലന ക്യാമ്പിന് തുടക്കമായി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ കൈറ്റ് സംഘടിപ്പിച്ച ലിറ്റിൽ കൈറ്റ്സ് ജില്ലാ സഹവാസ ക്യാമ്പിന് നടുവണ്ണൂർ GHSയിൽ തുടക്കമായി. സബ് ജില്ലാ ക്യാമ്പുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 102 കുട്ടികളാണ് 2 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി HDSന് കീഴിൽ എൻഡോസ്കോപ്പി ടെക്നീഷ്യൻ നിയമനത്തിനുള്ള അഭിമുഖം ഫെബ്രുവരി 16 ഉച്ചയ്ക്ക് 2 നടക്കും. നെല്ലിയാമ്പതിയുടെ കാർഷിക വൈവിധ്യവും ഇക്കോ ടൂറിസം സാധ്യതകളും ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന നാച്ചുറ 26 അഗ്രി ഹോർട്ടി ടൂറിസം ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന കാർഷിക സെമിനാർ കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ പാനൂർ നഗരസഭാ വികസന സെമിനാർ സംഘടിപ്പിച്ചു. പൂക്കോ മുസ്ലിം LP സ്കൂളിൽ KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ പിണറായി പെരുമ സീസൺ 8ന്റെ ഭാഗമായുള്ള കലാസാംസ്കാരിക പരിപാടികൾ സമാപിച്ചു. AKG മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപാത്സ് കേരള സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന സമഗ്രം സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി മലപ്പുറം വണ്ടൂർ വാണിയമ്പലത്ത് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മലപ്പുറം നിലമ്പൂർ അമൽ കോളേജ് IQACയുടെ ആഭിമുഖ്യത്തിൽ എക്സ്റ്റൻഷൻ ലെക്ചർ സീരീസിന്റെ ഭാഗമായി ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർക്കായി ഏകദിന AI പരിശീലനം സംഘടിപ്പിച്ചു. സംസ്ഥാനത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരള കോൺഗ്രസ് B ബത്തേരി നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ വയനാട് പുൽപ്പള്ളിയിൽ നടത്തിയ പ്രതിഷേധ സദസ്സ് ജില്ലാ പ്രസിഡന്റ് KR ജയരാജ് ഉദ്ഘാടനം ചെയ്തു. വയനാട് KSTA ജില്ലാ അക്കാദമിക് സബ് കമ്മിറ്റി നേതൃത്വത്തിൽ 4ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും കുട്ടികൾക്കായുള്ള CM കിഡ്സ് മാതൃകാ പരീക്ഷ നടത്തി. വയനാട് മുണ്ടക്കൈ ചൂരൽമല അതിജീവിതർക്കായി കൽപ്പറ്റ നഗരത്തിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് സന്ദർശിച്ച് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ പോലെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തി ഇന്ത്യൻ കമ്പനികൾ. ഏപ്രിൽ മാസത്തേക്ക് റഷ്യൻ എണ്ണയ്ക്ക് ഓർഡർ നൽകാതെ ഭാരത് പെട്രോളിയവും ഇന്ത്യൻ ഓയിലും റിലയൻസും അടക്കം പ്രമുഖ കമ്പനികൾ. മലേഷ്യയുമായി 6 സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യ. കരാർ പ്രതിരോധ, സാങ്കേതിക, ആരോഗ്യ, ഭക്ഷ്യസുരക്ഷാ മേഖലകളിൽ. തമിഴ്നാട് നിയമസഭാ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് DMKയുമായി തർക്കമുണ്ടെന്ന വാർത്ത തള്ളി തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷൻ K. സെൽവ പെരുന്തകൈ. ഫ്രാൻസിൽ നിന്ന് 114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനൊരുങ്ങി ഇന്ത്യ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുടെ ഇന്ത്യൻ സന്ദർശനത്തിന് മുന്നോടിയായാണ് തീരുമാനം. തമിഴ്നാട്ടിലെ റെയിൽവേ പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. എപ്സ്റ്റീൻ ഫയലിൽ തന്റെയും പേരുണ്ടെന്ന റിപ്പോർട്ടിൽ വിശദീകരണവുമായി ദലൈലാമ. എപ്സ്റ്റീനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് പ്രതികരണം. ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ 100 കോടിയിലധികം രൂപ തട്ടിയ സംഘം ഡൽഹിയിൽ പിടിയിൽ. ക്രൈംബ്രാഞ്ച് സൈബർ സെൽ വലയിലാക്കിയത് 2 അംഗ സംഘത്തെ. രാജ്യാന്തര എണ്ണക്കടത്ത് സംഘത്തെ മുംബൈ കടൽ തീരത്ത് നിന്ന് തീരസംരക്ഷണ സേന പിടികൂടി. ഇന്ത്യൻ ഇക്കണോമിക് സോണിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ എണ്ണ ടാങ്കർ കണ്ടതോടെയാണ് തീരസംരക്ഷണ സേനയുടെ ഓപ്പറേഷൻ നടന്നത്. റഷ്യയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം. 15-കാരന്റെ ആക്രമണത്തിൽ ഇന്ത്യക്കാർക്കുൾപ്പെടെ 4 പേർക്ക് പരിക്ക്. കൂട്ടപ്പിരിച്ചുവിടലിന് പിന്നാലെ വാഷിംഗ്ടൺ പോസ്റ്റിൽ നിന്ന് രാജിവെച്ച് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ബുദ്ധിമുട്ടേറിയ തീരുമാനങ്ങൾ എടുത്തത് സ്ഥാപനത്തിന്റെ സുസ്ഥിര ഭാവിക്കായെന്നും ജീവനക്കാർക്ക് സന്ദേശം.
ഗാൽവാൻ ഏറ്റുമുട്ടലിന് പിന്നാലെ ചൈന രഹസ്യമായ ആണവ സ്ഫോടന പരീക്ഷണങ്ങൾ നടത്തിയെന്ന് US അണ്ടർ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് തോമസ് ടി ഡിനാനോ. ഭൂകമ്പ നിരീക്ഷണ സംവിധാനങ്ങളുടെ കണ്ണുവെട്ടിച്ച് ഇക്കാര്യം ലോകത്തിന് മുന്നിൽ നിന്ന് മറച്ചുവെക്കാൻ ഡീകപ്ലിംഗ് രീതിയാണ് ചൈന ഉപയോഗിച്ചതെന്ന് ഡിനാനോ പറഞ്ഞു. ഉന്നത റഷ്യൻ സൈനിക ഉദ്യോഗസ്ഥൻ വ്ളാഡിമിർ അലക്സിയേവിന് നേരെയുണ്ടായ വധശ്രമത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാൾ പിടിയിൽ. വടക്കൻ ചൈനയിൽ ബയോടെക് ലാബിലുണ്ടായ സ്ഫോടനത്തിൽ 8 പേർ മരിച്ചു. കാലിത്തീറ്റയിലും കൽക്കരി ഉൽപ്പന്നങ്ങളിലും ഗവേഷണം നടത്തുന്ന ഷാൻസി പ്രവിശ്യയിലെ ജിയാപെങ് എന്ന സ്ഥാപനത്തിലാണ് സ്ഫോടനമുണ്ടായത്. ദുബായ് സെൻട്രൽ ജയിലിൽ നിന്ന് മോചിതയായി കുവൈറ്റി നടി റവാൻ ബിൻ ഹുസൈൻ. നടിയെ UAE അധികൃതർ കുവൈറ്റിലേക്ക് നാടുകടത്തി. പുതിയതരം ഇലക്ട്രിക് ഹൈസ്പീഡ് മറൈൻ വാഹനങ്ങളായ സീ ഗ്ലൈഡറുകൾ അവതരിപ്പിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ച അബുദാബി. എമിറേറ്റിലെ തീരദേശ ഗതാഗതവും കണക്ടിവിറ്റിയും മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നീക്കം. ഉപഗ്രഹ സാങ്കേതിക വിദ്യയിൽ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു ഒമാൻ. ക്യൂബ്സാറ്റ് ഉപഗ്രഹം വികസിപ്പിക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്കും എഞ്ചിനീയർമാർക്കും ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ പ്രായോഗിക പരിശീലനം നൽകുന്നതാണ് പദ്ധതി. ഇറ്റലിയിലെ മിലാനിൽ നടക്കുന്ന വിന്റർ ഒളിമ്പിക്സിന് സുരക്ഷയൊരുക്കാൻ ഖത്തർ പോലീസും ഖത്തർ പോലീസിലെ ഉന്നത വിഭാഗമായ ലഖ്വിയ സേനയിലെ 104 അംഗങ്ങളാണ് ഇറ്റലിയിലെത്തിയത്. സൗദിയിൽ സന്നദ്ധ സംഘടനകളുടെ പേരുകളിൽ നിയന്ത്രണം. തെറ്റിദ്ധരിപ്പിക്കുന്നതോ ഔദ്യോഗിക സ്ഥാപനങ്ങളോട് സാമ്യമുള്ളതോ ആയ പേരുകൾ ഉപയോഗിക്കുന്നതിനാണ് നിയന്ത്രണം. US സന്ദർശിക്കുന്ന വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണം കുത്തനെ കുറയുന്നു. ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങളും താരിഫ് ഭീഷണിയും കസ്റ്റംസ് പരിശോധനകൾ ശക്തമാക്കിയതുമാണ് തിരിച്ചടിയായത്. നഗരത്തിൽ പച്ചപ്പ് നിറയ്ക്കാൻ പുതുപദ്ധതിയുമായി ദുബായ്. 15 ലക്ഷം മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിയിലൂടെ നഗരത്തിലെ താപനില കുറയ്ക്കാനും ശുദ്ധവായു ഉറപ്പാക്കാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷ. റമസാനിൽ കുവൈറ്റിലെ സർക്കാർ ജീവനക്കാരുടെ ജോലി സമയം 4.5 മണിക്കൂറായി കുറയ്ക്കുകയും ഇഷ്ടമുള്ള സമയത്ത് ജോലി തുടങ്ങാൻ അനുമതി നൽകുകയും ചെയ്തു. എമിറേറ്റിൽ കൂടുതലിടങ്ങളിലേക്ക് റോബോ ടാക്സി സേവനങ്ങൾ വ്യാപിപ്പിക്കാൻ അബുദാബി. ഖലീഫ സിറ്റി, മസ്ദ, റബാൻ എന്നിവിടങ്ങളിലേക്ക് റോബോ ടാക്സി സേവനങ്ങൾ എത്തിക്കുമെന്ന് ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്റർ അധികൃതർ അറിയിച്ചു. ജൻസികൾക്കിടയിൽ ആന്റി അംബീഷൻ പ്രവണത വർദ്ധിക്കുന്നതായി പഠനം. കരിയറിന്റെ കുതിപ്പിനേക്കാളും സേവിങ്സിനേക്കാളും സ്വന്തം മാനസികാരോഗ്യത്തിനാണ് പുതിയ തലമുറ പ്രാധാന്യം നൽകുന്നതെന്നാണ് പഠനം. ചുരുങ്ങിയ ചെലവിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ KSRTC. KSRTCയുടെ ഗുരുവായൂരിലെ ഡ്രൈവിംഗ് സ്കൂളും ഫെബ്രുവരി 19-ന് മന്ത്രി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. ബംഗളൂരു നഗരത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിത യാത്ര ഒരുക്കാൻ സഖി ഓട്ടോ സർവീസ്. ഈ മാസം 14-നാണ് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ നടത്തുന്ന ഓട്ടോകൾ നിരത്തുകളിൽ ഇറങ്ങുക. ചന്ദ്രനിൽ പേടകമിറക്കുന്നതിനാണ് കമ്പനിയുടെ പ്രഥമ പരിഗണനയെന്ന് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ്. അതിനുശേഷമായിരിക്കും ചൊവ്വയിലേക്കുള്ള ദൗത്യങ്ങളെന്നും കമ്പനി വ്യക്തമാക്കി. ഏറ്റവും വിലയേറിയ ഡൊമൈൻ നാമമായി AI.com ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമിന്റെ സഹസ്ഥാപകനും CEOയുമായ ക്രിസ് മാർസാലക്കാണ് 7 കോടി ചെലവിട്ട് ഈ ഡൊമൈൻ സ്വന്തമാക്കിയത്. മരം ചീഞ്ഞു നശിക്കാൻ കാരണമാകുന്ന ഫംഗസിനെ ഇന്ത്യയിൽ ആദ്യമായി തിരുവനന്തപുരത്ത് കണ്ടെത്തി. വഴുതക്കാട്ടെ സർക്കാർ വിമൻസ് കോളേജ് ക്യാമ്പസിൽ നിന്നാണ് വിനാശകാരിയായി ഈ ഫംഗസിനെ കണ്ടെത്തിയത്. iPhone 17 ഫെബ്രുവരി 19-ന് ലോഞ്ച് ചെയ്തേക്കാമെന്ന് റിപ്പോർട്ടുകൾ. ജർമ്മൻ പ്രസിദ്ധീകരണമായ മാക്വെറ്റ് ആണ് ലോഞ്ച് തീയതി സംബന്ധിച്ച സൂചനകൾ പുറത്തുവിട്ടത്. ഡിജിറ്റൽ തട്ടിപ്പുകളിൽ ഇരയാകുന്നവർക്ക് 25,000 രൂപ വരെ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിന് പദ്ധതിയുമായി RBI. അറിയാതെ മൊബൈൽ ബാറ്ററിയിൽ കടിച്ചതിനെ തുടർന്ന് മൊബൈലിൽ നിന്ന് തീഗോളം പടരുന്നത് കണ്ട് ഞെട്ടി യുവാവ്. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. ചൊവ്വയുടെ അത്യപൂർവ രാത്രി ദൃശ്യം പകർത്തി നാസയുടെ ക്യൂരിയോസിറ്റി റോവർ. ഗ്രഹത്തിന്റെ ഉപരിതലത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ശാസ്ത്രജ്ഞർക്ക് അവസരമൊരുക്കുന്നതാണ് ഈ ദൃശ്യം.
ക്യാൻസർ കോശങ്ങളെ ചെറുക്കുന്നതിൽ മുരിങ്ങയില സഹായിക്കുമെന്ന് ഒമാനിലെ സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റിയുടെ പഠനം. മുരിങ്ങയില സത്ത് ക്യാൻസർ കോശങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് സംഘം പഠനം നടത്തിയത്. നടൻ സിദ്ദിഖ് സിനിമയിലെത്തിയ 40-ാം വാർഷികം ആഘോഷിച്ച് ആരം സിനിമാ പ്രവർത്തകർ. സൈജു ഗ്രൂപ്പ് പോലീസ് വേഷത്തിലെത്തുന്ന സിനിമ സെറ്റിൽ കേക്ക് മുറിച്ചായിരുന്നു ആഘോഷം. ഗപ്പിയുടെ അവസ്ഥയിലേക്ക് ആശാനെ കൊണ്ടെത്തിക്കരുതെന്ന് നടൻ ഇന്ദ്രൻ. സിനിമ നല്ലതാണെന്ന് കേൾക്കുന്നുണ്ടെങ്കിലും തിയേറ്ററുകളിലേക്ക് ആളുകൾ എത്തുന്നില്ലെന്ന് അറിയുമ്പോൾ വലിയ ആദിയുണ്ടെന്ന് നടൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു. ബോളിവുഡ് നടൻ അക്ഷയ് കുമാറിനെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഭൂത് ബംഗ്ല എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി വീണ്ടും മാറ്റി. ഏപ്രിൽ 10-ന് ചിത്രം തിയേറ്ററിലെത്തും. നേരത്തെ മാർച്ചിൽ റിലീസ് ചെയ്യുമെന്നായിരുന്നു ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നത്. സ്കോട്ട്ലൻഡിൽ നിന്നുള്ള യാത്രാ ചിത്രങ്ങൾ ഷെയർ ചെയ്ത് നവ്യ. സംവെയർ ഇൻ സ്കോട്ട്ലൻഡ് എന്ന അടിക്കുറിപ്പോടെയാണ് താരം ചിത്രങ്ങൾ പങ്കുവച്ചത്. കേരള സാരിയിൽ അതിസുന്ദരിയായ സിനിമാ താരം മഞ്ജുവിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നത്. ഗായിക സിതാര കൃഷ്ണകുമാറിന്റെ സംഗീത ബാൻഡായ പ്രൊജക്ട് മലബാറിക്കസിന്റെ പുതിയ ഗാനം ഏലേലം കിളിയയുടെ ഷൂട്ടിനിടെ പകർത്തിയതാണ് ഈ ചിത്രങ്ങൾ. അജഗജാന്തരം, ചാവേർ എന്നീ സിനിമകൾക്ക് ശേഷം ടിനു പാപ്പച്ചൻ ഒരുക്കുന്ന പുതിയ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. സജിൻ ഗോപു, അരുൺ നാരായണൻ എന്നിവർക്കൊപ്പം പുതുമുഖങ്ങളെ അണിനിരത്തി ഒരുക്കുന്ന ചിത്രത്തിന്റെ പേര് കൊല്ലം കോട്ട കമ്പനി എന്നാണ്. അഞ്ജന ടോക്കീസും എവരിഡേ ഫിലിംസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. നടനും സംവിധായകനുമായ അർജുൻ സർജ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം സീതാ പയനം ഫെബ്രുവരി 14-ന് തിയേറ്ററുകളിലേക്ക് എത്തും. നിരഞ്ജൻ സുധീന്ദ്രൻ നായകനായി എത്തുന്ന ചിത്രത്തിൽ നായികയായി എത്തുന്നത് അർജുൻ സർജയുടെ മകൾ ഐശ്വര്യ അർജുനാണ്. മകൾക്കുള്ള പിറന്നാൾ സമ്മാനമാണ് സിനിമയെന്ന് കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ അർജുൻ പറഞ്ഞു.